നമസ്കാരം. ഫ്രാൻസിലെ കാൻ ഫെസ്റ്റിവലിൽ തണ്ണിമത്തൻ ബാഗ് ഉയർത്തിയത് ഒരുപക്ഷെ മലയാളികൾ മാത്രമേ പെരുപ്പിച്ചു കണ്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും അത് കണ്ടമട്ടില്ല. എന്നാൽ അവർ ശ്രദ്ധിച്ച മറ്റൊരു സംഭവം കാൻ ഫെസ്റ്റിന്റെ റെഡ് കാർപ്പറ്റിൽ അരങ്ങേറിയിരുന്നു. ക്രിസ്തുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത വസ്ത്രം ധരിച്ചെത്തിയ നടിയെ സെക്യൂരിറ്റി ജീവനക്കാർ കൈകാര്യം ചെയ്ത സംഭവമാണത്. വസ്ത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് നടിയെ ഇവർ വിലക്കി. ഫോട്ടോ എടുക്കാൻ പോലും അനുവദിക്കാതെ സെക്യൂരിറ്റി ഗാർഡുകൾ നടിയെ തിരിച്ചയക്കുകയായിരുന്നു. മത രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നതിനും പ്രൊപ്പഗാൻഡകൾക്കും കാനിൽ വിലക്കുണ്ട്. അതേസമയം കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കുക. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാള ചിത്രം മത്സര വിഭാഗത്തിൽ പങ്കെടുത്തത് വാർത്തയാക്കാതെ, അത് ചർച്ചയാക്കാതെ ചിത്രത്തിൽ അഭിനയിച്ച നടിയുടെ വാനിറ്റി ബാഗിനെ കുറിച്ച് വാതോരാതെ വാഴ്ത്തുകൾ എഴുതി നിറച്ചു. ഏതൊരു കാലഘട്ടത്തിലും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഈ നേട്ടത്തെ തിരസ്കരിച്ച് നടിയുടെ ബാഗ് ചർച്ചയാക്കുന്നത് എന്തിനാണ്? മലയാളി നടി കനി കുസൃതിയുടെ രാഷ്ട്രീയം സിനിമയുടെ നേട്ടത്തിനും അപ്പുറത്ത് എന്ന നറേഷൻ പ്രത്യേക ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. തണ്ണിമത്തൻ ഇസ്ലാമിസ്റ്റുകളുടെ പ്രതീകമായി ഇടത് പ്രൊഫൈലുകൾ വാഴ്ത്തുമ്പോൾ തീവ്രവാദത്തിനും ഹമാസ് അനുകൂലികൾക്കും അനുവദിക്കുന്നത് വളരെ വലിയ ഇടമാണ്. ഇടതുപക്ഷക്കാരും ലിബറലുകളും സോഷ്യൽ മീഡിയയിൽ എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാമിക് പ്രൊപ്പഗാൻഡയായി മാറുന്നു. ഇവിടെ ആർക്കാണ് മുഖം നഷ്ടമാകുന്നത്? എന്നാൽ ഇവരുടെയൊന്നും തള്ളൽ ഇല്ലാതെ തന്നെ അഭിമാനാർഹമായ നേട്ടം പായൽ കപ്പാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചിത്രം നേടിയെടുത്തു. ഈ സംഭവങ്ങൾക്കൊപ്പം മറ്റു ചിലതും കാനിൽ അരങ്ങേറിയിരുന്നു. മുൾക്കിരീടമണിഞ്ഞ ക്രിസ്തുദേവന്റെ ചിത്രം ആലേഖനം ചെയ്ത ഗൗണുമായി എത്തി അത് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ച നടിയെ സെക്യൂരിറ്റിക്കാർ തടയുന്ന വീഡിയോ വൈറലായി മാറി. സെക്യൂരിറ്റിയുടെ പ്രവൃത്തിയെ കുറ്റം പറയുന്നവരും ഒപ്പം വസ്ത്രം ഡിസൈൻ ചെയ്തതിലൂടെ മതവികാരത്തെ മാനിച്ചില്ല എന്ന് അഭിപ്രായം പറയുന്നവരുമുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 22-നാണ് ഈ പ്രകടനങ്ങളെല്ലാം കാനിൽ അരങ്ങേറുന്നത്. ഫെസ്റ്റിവലിന്റെ പ്രധാന വേദിയിൽ ഡൊമിനിക്കൻ നടി മാസിയൽ ടവേരസ് റെഡ് കാർപ്പറ്റിനായി എത്തുകയാണ്. വെളുത്ത വസ്ത്രത്തിൽ യേശുക്രിസ്തുവിന്റെ ചിത്രം ഉൾക്കൊള്ളുന്ന നീളമുള്ള ഗൗണാണ് അവർ ധരിച്ചിരുന്നത്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ സെക്യൂരിറ്റി ഗാർഡ് ടവേരസിനെ പടികളിൽ നിന്ന് നീക്കുകയായിരുന്നു. ചുറ്റുമുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാർ ക്രിസ്തുദേവന്റെ ചിത്രമടങ്ങുന്ന വസ്ത്രം മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കൈതട്ടി അകറ്റുന്ന നടിയെയും നമുക്ക് കാണാം. സംഭവം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു. തിയേറ്ററിനുള്ളിൽ വസ്ത്രം പ്രദർശിപ്പിക്കുന്ന ചിത്രം പിന്നീട് നടി പങ്കുവച്ചു. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ പെരുമാറ്റങ്ങൾ അനുവദിക്കാറില്ല. എന്നാൽ ശ്രദ്ധ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പലരും ഈ വേദികളെ ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ മറ്റു ചിലർക്കിത് അനന്തമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള വേദിയാണ്. പ്രത്യക്ഷത്തിൽ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചുമൊക്കെ ഇവർ വാചാലരാകും. പക്ഷേ പരത്തുന്നത് ദേശവിരുദ്ധതയും അതുവഴി ഇതര മത വിരുദ്ധതയുമാണ്. അത് ആഘോഷിക്കാനും ചില അന്തങ്ങളുള്ളതാണ് കേരളത്തിൽ ഇത്തരക്കാരുടെ കരുത്ത്.